ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, വിനാഗിരി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഞാനൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം. ഇനി അതിനുശേഷം ആദ്യമായിട്ട് ഒരു ചട്ടി നമുക്ക് ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടായിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ഒരു 2 വലിയ സവോള കനം കുറഞ്ഞരിഞ്ഞത്, ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരേക്കും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഇളകിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കറുകപ്പട്ട, കസ്കസ്, പെരിഞ്ജീരകം കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഒന്ന് വഴന്ന് കിട്ടിയിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 തക്കാളിയാണ് ഞാൻ ഇതിനുവേണ്ടി അരിഞ്ഞെടുത്ത് കൊടുക്കുന്നത്. സവോള തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.